അമ്മൂതാ അച്ഛൻ വിളിക്കണു. എന്താ പുറപ്പെടുന്നില്ലേ അവൻ? എന്താ അപ്പം ഇങ്ങോട്ട് ചാടി ഓടി വരണേ? ഏയ് അമ്മു, ദാ അച്ഛൻ വിളിക്കണു. അവൻ നാളത്തേക്ക് ടിക്കറ്റ് ഓക്കെ ആക്കി പുറപ്പെടാതിരിക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ചെന്ന് സംസാരിക്കേ. എന്ത് സംസാരിക്കാൻ? ടെൻഷൻ ഉണ്ടാവില്ലേ മോളെ? അതിനെ പറ്റി മേടിച്ച അച്ഛനറിയാലോ. ടെൻഷൻ. എന്നാലും ടിക്കറ്റ് ഓക്കെ ആയ സ്ഥിതിക്ക് അവൻ ഇത്രടം വരെ ഒന്ന് വരായിരുന്നു. നീ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഹോസ്പിറ്റലിലെ ചാർജ് മുഴുവൻ അവന്റെ തലയിലാ. ഇട്ടെറിഞ്ഞു പോരാൻ പറ്റുമോ? ഇന്ത്യ അല്ല, അമേരിക്ക. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. വാട്ട്? യാ forget it. താങ്ക് യു. ഏയ് ഇല്ലച്ചാ. സുമേ, ഇനി വരണ്ട. ദാ വരണോ. എന്താ ഇതൊന്നും ഇവിടെ വേണ്ട. ഞാൻ ചെടികൾ വാങ്ങാറില്ല. ഇവിടെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. ആര്? മുല്ലശ്ശേരിയിലെ കുട്ടി. ഓ കണ്ടോടി, കാശ് വാങ്ങില്ലെങ്കിൽ വേണ്ട, ഇഷ്ടമുള്ള കാര്യം ആയിക്കോട്ടെ എന്ന്. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതൊന്നും എനിക്കറിയില്ല. മടി. അല്ല, ഇത് ഇവിടെ വരെ എത്തിയുള്ളൂ. അങ്ങടെ ഇറക്കി വെക്കടോ. എന്തിനാ സാറേ ഇതൊക്കെ? അന്ന് അയാൾ എനിക്ക് കാശെന്ന് ഇതുമായിട്ട് എന്താ വ്യത്യാസം? അങ്ങനെ കരുതരുത് എന്റെ സുധാകരൻ നായര്. ഇതൊരു പിഴ അടയ്ക്കണതാ, ഫൈൻ. തന്റെ പൂക്കളും ചെടികളും കുറെ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് അത്രേ. അതിന് പകരം കുറച്ച് ചെടികൾ, അത്രേ ഉള്ളൂ. അതിന് പകരാവോ സാറേ ഇത്? ഒന്നിനും പകരല്ല. വിഷം തൊട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പകരം ഞാൻ ഇവിടെ തന്ന അത് പകരാവോ? പിന്നെ ഈ പൂക്കള് ചെടി ഇതൊന്നും വാങ്ങി വെക്കുന്നതിൽ എനിക്കൊരു രസമില്ല, ഇഷ്ടമില്ല. ഒരു കമ്പ് മുറിച്ച് നടുക, അത് പൊടിച്ചു വരുന്നത് കാണുക, വെള്ളം ഒഴിക്കുക, വളമിടുക, അങ്ങനെ ഒരു ചെടി വളർന്ന് അതിലൊരു പൂ വിടരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. അത് വളരുമ്പോൾ ഉള്ളിൽ വിഷമുണ്ട്. അല്ലെങ്കിൽ അത് ആരെങ്കിലും പൊട്ടിച്ചിട്ട് പോകുമ്പോ നോവും. ഇതൊന്നും ഇല്ലാണ്ട് ഈ ചട്ടിപ്പൂക്കൾ വാങ്ങി വെക്കണ എന്തിനാ? അതെന്നല്ലേ പ്ലാസ്റ്റിക് പൂക്കള്. വെള്ളവും വേണ്ട, വളവും ഇടണ്ട, പാടവും ഇല്ല. താനത് വേണ്ടാന്ന് പറഞ്ഞാ അവൾക്ക് സങ്കടാവും. വേണ്ട മുത്തച്ഛ, നമുക്ക് ഇതൊക്കെ തിരിച്ചു കൊണ്ടുപോവാം. കുട്ടിയോട് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല, വിരോധമൊന്നും ഇല്ല. തന്നെ കളിയാക്കിയതിലൊക്കെ അവൾക്ക് ഭയങ്കര വിഷമമുണ്ട്. അതൊന്നും സാരില്ല. എന്നെ ആരാ കളിയാക്കാത്തെ? വേണ്ട, ഞാൻ വിളിക്കാം. ദേ, കുട്ടിയുടെ ആള് വരുന്നുണ്ട്. എന്താണ് കൃഷിപ്പണി? ഓ, ഗാർഡനിങ് ആണോ? അതിനൊരു 10-12 രൂപ കൊടുത്താ നല്ല ബഡ്രോസ് കിട്ടും. എന്താടി പണക്കാണോ? അന്ന് ഗുരുവായൂർ നീ വഴി വരണമെന്ന് വിചാരിച്ചാ. പക്ഷെ കോഴിക്കോട്ട് കല്യാണത്തിന്റെ റിസപ്ഷന് ഞങ്ങൾ ഉണ്ടാവണമെന്ന് അവർക്ക് ഭയങ്കര നിർബന്ധം. പിന്നെ ഫോൺ ചെയ്തപ്പോ നീ വളരെ നോർമലാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലേ പ്രശ്നം. നീ 2 ചീത്ത പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. അപ്പോ യു ഫീൽ ഗിൽറ്റി. അതുകൊണ്ടാണല്ലോ ഒരു ദിവസത്തെ ക്ലാസ് പോയാലും വേണ്ടിയിലാണ് ചോടിക്കേസ് ഞാൻ എത്തിയത്. സന്മനസ്സിന് നന്ദി. എന്താടി നിന്റെ കൊച്ചമ്മ എടുക്കണില്ലല്ലോ. നല്ല തമാശ എന്റെ ഇരുന്ന് കണ്ടോ? എനിക്ക് വിശക്കുണ്ട്. ഊണെടുത്ത് വെക്കേ. ഏട്ടാ ഉണ്ണാം. ആ കുട്ടി ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഉണ്ട്. അമ്മ ഊണ് കഴിക്കാൻ നിർബന്ധിച്ചോണ്ട്. ഈ അമ്മക്ക് എന്താ? ഞാൻ കുറച്ചേ ഉണ്ണുള്ളൂ. അല്ല അതല്ല, ഞങ്ങളുടെ കറിയൊക്കെ മഹാ മോശമായിരിക്കും. അതൊന്നും അറിയണല്ലോ. കല്യാണത്തിന് ഊണ് തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. അതിന് എന്നാ ഒരു ഊണ് കഴിയാ? ഇതാ കണക്കി പെടില്ല കേട്ടോ.
എന്താ അത്ര വിളിക്കാനുള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നു, ഇനി ആ പെണ്ണ് വല്ല പ്രേമോച്ചാണോടാ? തേങ്ങാക്കൊല. ഞാൻ നല്ല കണ്ണുപൊട്ടണ വർത്തമാനം പറയട്ടോ. അല്ല, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലടാ, അതെ നായകൻ നായികയെ റൗഡികൾ രക്ഷിക്കുന്നു, നായിക പൂ കൊടുക്കുന്നു, പാട്ട് പാടുന്നു. ഇവിടെ റൗഡികളല്ല, പാമ്പാവില്ലല്ല. എടാ, ഒറ്റ ചവിട്ടുന്ന നീ റോട്ട് കിടക്കും. ആന വാവളിക്കുന്നുണ്ട്, അണ്ണാൻ വാവളിക്കല്ലേ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കട പോവലട്ടാ? അല്ല, ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളെ നമ്പാൻ വയ്യ. കേട്ടിട്ടില്ലേ? വള്ളികൾക്കുണ്ടോ മരത്തിൻ ഗുണഗണം, ആഹാ. വല്ലതിലേക്കും പടന്നു കേറും. ആ വള്ളികൾക്കുണ്ടോ നിങ്ങളോടൊക്കെ പറയാൻ പോയ എന്നെ വേണം അടിക്കാൻ. ഞാനൊരു തമാശ പറഞ്ഞില്ലടാ. ഇങ്ങനെ തമാശ പറയാ? മനുഷ്യന്റെ കുരങ്ങളിപ്പിക്ക. ഇവനെ പോലൊരു പാവം ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. എന്താ സുധാകരനാരെ വിശേഷിച്ച്? ഇരിക്കൂ ഇരിക്കൂ. അല്ല, സാർ അത്യാവശ്യമായിട്ട് അന്വേഷിച്ചു എന്ന് അമ്മ പറഞ്ഞു. ഞാനോ? ഇല്ലല്ലോ. അതെ, ഇന്നലെ ഇവിടെ നിൽക്കുന്ന കുട്ടി ഒന്ന് പറഞ്ഞില്ല അമ്മയോട്. ഓ അമ്മോ. ആ രാധ ഒന്ന് വിളിക്കൂ, ചോദിക്കട്ടെ. മുത്തച്ഛ, ഞാനാ അവളെ വിട്ടത്. ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞാ വരില്ലാന്ന് കരുതി. അത് ശരി. ഇയാളെ കാണാൻ നിനക്ക് അങ്ങനെ ചെന്നാ പോരെ? ഇത്രയും ദൂരം നടത്തണോ മോളെ? ഒരു കാര്യം കാട്ടിക്കൊടുക്കാനാ. ഒന്നിങ്ങോട്ട് വരൂ. ഒന്ന് വരൂ ജവാൻ സാബ്. ചെല്ലടോ, തനിക്ക് ഇപ്പോഴും തീർന്നില്ലേ അവരോടുള്ള പിണക്കം? ഓ, ഇതാണ്. അന്ന് പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇപ്പൊ രാവിലെ ഉറക്കണെന്നാ ആദ്യം വന്ന് നോക്കും മുള പൊട്ടിയൊന്ന്. കോളേജിലിരിക്കുമ്പോ ടെൻഷനാ, ആ പയ്യൻ എങ്ങനെ ഇത് കടിക്കുമെന്ന്. ക്ലാസ് വിട്ടാ ചുറ്റാൻ നിൽക്കാണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് നോക്കിയാലേ സമാധാനം ഉള്ളൂ. സുഖമുണ്ട് കേട്ടോ, ഒരു സന്തോഷം. പൂക്കൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പിന്നെ അവിടെ വന്ന് ഒടിച്ചിരുന്നത് ഒരു രസം. സാബ് ദേഷ്യം പിടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോ ഒരു തമാശ. അത് കൊള്ളാം. എന്നോട് ശരിക്കും ക്ഷമിക്കണം കേട്ടോ. ഓ, അതൊന്നും സാരില്ല. പിന്നെ ഈ ചെടികൾ നടുമ്പോ വെറുതെ ഇങ്ങനെ നട്ടാ പോരാ, ഭാവന വേണം. അത് വളർന്ന് ചെടിയാവുന്നതും പൂക്കൾ ഉണ്ടാവുന്നതും ഒക്കെ മനസ്സിൽ കാണണം. പൂക്കളുടെ നിറം, വലിപ്പം അതൊക്കെ നോക്കി വേണം വെക്കാൻ. ചെടിച്ചട്ടികളാണെങ്കിൽ മാറ്റി മറിച്ച് വെച്ച് അറേഞ്ച് ചെയ്യാം. എനിക്കിവിടെ വലിയൊരു പൂന്തോട്ടം ഉണ്ടാക്കണം. എന്നെ സഹായിക്കുവോ? ഒരു നല്ല പൂന്തോട്ടം ഉണ്ടാക്കാൻ 4-5 കൊല്ലെങ്കിലും വേണം. അതുവരെ ഉണ്ടാവോ കുട്ടി ഇവിടെ? ഞാൻ പിന്നെ ഇവിടെ പോവാൻ? ഞാൻ ഇവിടെ വിട്ട് സ്റ്റേറ്റ്സിലേക്ക് പോണ പ്രശ്നമില്ല. എനിക്കിഷ്ടമില്ല ഒരു സമാധാനം ഇല്ലാത്ത നാട്. എന്നാലും എന്നിവിടെ ഉണ്ടാവില്ലല്ലോ. കല്യാണം കഴിഞ്ഞാ പോവില്ലേ? അപ്പൊ കല്യാണം വേണ്ടെന്ന് വെക്കണം. എന്താ പിന്നെ സന്യസിക്കാനുള്ള? എന്നിട്ട് ഇവിടെ ഒരു ആശ്രമം, നിറയെ പൂക്കളും ചെടികളും കിളികളും ഒക്കെ ആയിട്ട്. ഒരു വടിയും പിടിച്ച് ഞാനിവിടെ ഇരിക്കും, പൂക്കൾ പറിക്കാൻ വരുന്നവരെ തല്ലാൻ. അല്ലെങ്കിൽ ഒരു പാമ്പിനെ വളർത്തും. എന്താ? ഈ മാസത്തെ പറ്റി തീർത്തു തരാൻ അച്ഛനോട് പറഞ്ഞേട്ടാ. ആ ഗോപാലേട്ടാ, അമ്മ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. കാശ് ഞാൻ വൈകിട്ട് വരുമ്പോ തരാം. തരാന്നേ. അതല്ലടാ, നീ എന്തായിരുന്നു 2 കാലില്? 2 കാലിലൊക്കെ ഒന്ന് നടന്ന് പഠിക്കട്ടെ എന്റെ ഗോപാലേട്ടാ. അമ്മേ, ഇന്നെന്താ ഷാപ്പ് മുടക്കാണോ? ഏയ് മുടക്കില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ വിശ്വരൂപം കാട്ടാണ്ട്? വയ്യാണ്ടായി. ഇപ്പൊ വൈകിട്ട് മാത്രമേ ഉള്ളൂ. എന്താ എന്നെ കണ്ടപ്പോ ഒന്ന് ചുരുണ്ടുകൂടിയ പോലെ? ഏയ്, എനിക്ക് കുറച്ച് കണക്ക് നോക്കണ്ടായിരുന്നു. ഇത്രമാത്രം കോംപ്ലിക്കേറ്റഡ് അക്കൗണ്ട്സ് ഉണ്ടോ ഈ കടയ്ക്ക്? കടാണ്, കംപ്ലീറ്റ് കടം പോയിരിക്ക. കുട്ടി കോളേജിൽ പോക്കില്ലേ? ഞാൻ ആഴ്ചയിൽ 2-3 ദിവസമേ പോവാറുള്ളൂ. ആ. ആദ്യമായിട്ട് കടയിൽ വന്നിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞില്ല. ചായ ചായോ അതോ കാപ്പിയോ? ഇഷ്ടമുള്ളത്. കാപ്പി.
ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഇല്ല. ഈ റോസിനൊക്കെ എന്ത് വള ഇടുക? രാധ പറയണു ആട്ടുംകാട്ട നല്ലതെന്ന്. ആട്ടുംകാട്ടം വളരെ ഉം. ഗോപാലേട്ടൻ കണ്ടിട്ടില്ലേ? എന്ത് ആട്ടും കേട്ടോ? അല്ല, നമ്മുടെ മേനോ സാറിന്റെ. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് മറ്റേ പത്രം ഒന്ന് വേണം. പത്രം? കൊള്ളാം കൊള്ളാം. ഗോപാലേട്ടൻ ഇരിക്കെ. ഇല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. എന്താ മൂപ്പര് പറഞ്ഞേ? ഒന്നുമില്ല. ഗോപാലേട്ടൻ അറിയില്ലേ? നമ്മുടെ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. എന്നിട്ട് വളം ഞാൻ പറഞ്ഞുതരാം. വരണം. ഞാൻ കുറെ ചെടിക്കമ്പോളൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പോയിക്കോളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ പോയിക്കോളൂ. കാപ്പി? കാപ്പി വരാൻ 1 മണിക്കൂറാവും. സമയമില്ല. എന്നെ അവോയ്ഡ് ചെയ്യാണോ? എന്തിന്? ഓക്കെ. വൈകിട്ട് വീട്ടിൽ വന്നില്ലെങ്കിലേ മൂക്ക് ഞാൻ ചെത്തും. സുധാരേട്ടോ, സോനല്ലേ? എടാ, തെമ്മാടി തരത്തിന്റെ അതിരുണ്ട്. ചെമ്മാടി തരൂ. അതിന് ഞാനെന്താ ചെയ്തത് സുധാരേട്ടാ? എടാ, ഒരു പെൺകുട്ടിക്ക് ഇവിടെ വരാൻ പറ്റില്ലേ? ഇതൊരു വ്യാപാര സ്ഥാപന. പലരും വരും. അതിന് നിന്നെ കളിയാക്കെ? അയ്യോ, സത്യമായിട്ട് ഞാൻ കളിയാക്കിയതല്ലേ സുധാരേട്ടാ. പോടാ എനിക്ക് അറിഞ്ഞൂടെ. നീ പോ. വെറുതെ വേണ്ടാത്ത കാര്യത്തിനാ വർത്തമാനം ഉണ്ടാക്കണേ. പിന്നെ അവന്റെ ഒരു ചോദ്യം കേട്ടില്ലേ? കേട്ടു. കളിയാക്കിയതാണെന്ന് നിന്റെ തോന്നല. ഇത് കളിയല്ല കുട്ടാ. തുടങ്ങി. എനിക്ക് എന്നെ ദേഷ്യം പറ്റൂട്ടോ. നീ ആ പെൺകുട്ടിയുടെ കണ്ണി നോക്കിയോ? നോക്കി. എന്താ? എന്നിട്ടൊന്നും കണ്ടില്ല. ശരിയല്ല, അത്ര ശരിയല്ല. നിങ്ങൾക്കിത് എന്തിന്റെ കട? 8 പൊട്ടും തിരിയാത്തൊരു കുട്ടി. വെറുതെ തോന്നിയാസം പറയരുത്. ഇതേ അമേരിക്കയിൽ ലണ്ടനൊന്നും അല്ലാട്ടാ. എന്താ പറയാനെന്ന് വെച്ചാ പറയൂ. അല്ലേ, കുട്ടി അമേരിക്കയിൽ ജനിച്ചു വളർന്നതാ. ഇതൊരു തനി നാട്ടുമ്പറ. ഇവിടെ നാട്ടുകാരെ പേടിക്കണം. അതെന്തിനാ അത്ര ഭയങ്കരന്മാരാ? അതെ, നമ്മുടെ മനസ്സിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നാട്ടുകാർ അതൊക്കെ പറഞ്ഞുണ്ടാക്കും. ഓ, ഞാനൊരു പുരുഷനാ. എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും ഇത്രേ വരാൻ പോണുള്ളൂ. കുട്ടിക്ക് അങ്ങനെയല്ല. ഒരു ചീത്തപ്പേരുണ്ടായാല് ജീവിതകാലം മുഴുവൻ ഒരു കളങ്കാവും. ഇങ്ങനെയൊക്കെ പറയാനിപ്പോ എന്താ ഉണ്ടായേ? കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ പറഞ്ഞത് ശരിയല്ല. അവിടെ ഗോപാലനൊക്കെ അത് തന്നെ പറഞ്ഞെന്നെ കളിയാക്കണം. കളിയാക്ക്? ആ, എന്തു പറഞ്ഞു? പറയൂ. നമ്മൾ തമ്മിൽ അടുപ്പാണെന്ന്. അടുപ്പത്തിലാണല്ലോ അല്ലേ? അതെ, അവര് പറയണത് കുട്ടിക്ക് എന്നോട് ഇഷ്ടാണെന്നാ. എന്നുവെച്ചാ പ്രേമം അല്ലേ? അവർക്കത് എത്ര പെട്ടെന്ന് മനസ്സിലായി? എന്താ നമുക്കത് മനസ്സിലാവാത്തെ? ഒരു പെൺകുട്ടി ഒരാളെ ഇഷ്ടപ്പെടുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവ. എനിക്കിഷ്ടാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. കുട്ടി എന്തായി പറയണേ? എനിക്ക് മനസ്സിലാവണില്ല. തമാശയാണോ അല്ലെങ്കിൽ സത്യം? റിയലി ഐ ലവ് യു. എന്ത് വിവരമില്ലായ്മയാണ് ഈ കുട്ടി. ഇതുപോലെ ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ കണ്ടുമുട്ടിയിട്ടുമില്ല. ഒരുപാട് ഒരുപാട് സങ്കടങ്ങളുണ്ട് എനിക്ക്. ആരുമില്ല എനിക്ക്. ഞാൻ പറയണത് കുട്ടി ഇങ്ങനെയൊക്കെ. പ്ലീസ്, എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഇഷ്ടം നിങ്ങളെ. മതി, സുന്ദരനായിട്ടുണ്ട്. കുട്ടി എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? വന്നാലെന്താ? കുട്ടി ആളെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങും. എനിക്ക് പേടിയില്ല. എന്നാ കാപ്പി. സുമയോ? എന്താ സുമ എന്നാലേ ഇറങ്ങൂ? ഞാൻ വരുമ്പോ സുമ കാപ്പി എടുക്കണു. മണിക്കുട്ടി നല്ല കരച്ചില്. എന്നോട് ഏട്ടനീ കാപ്പി കൊടുക്കാമോ എന്ന് ചോദിച്ചു. കൊടുക്കാന്ന് പറഞ്ഞു. അല്ലാതെ അവകാശം സ്ഥാപിക്കാൻ വന്നൊന്നല്ല എന്റെ പൊന്നെ. അവർക്കൊക്കെ സംശയം തോന്നിയാ പിന്നെ ജീവിക്കണ്ട. എന്നാ മരിക്കേണ്ട സമയം കഴിഞ്ഞു. എന്താ സംശയമുണ്ടോ? അവർക്ക് സംശയേ ഇല്ല. ശരിക്കും അറിയാം എന്ത്? നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന്. എന്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞിരുന്നോ? ആളുകളെ കൊണ്ട് പറയിക്കാതെ വേഗം എന്നെ കെട്ടണം. എന്നിട്ട് കുറെ മക്കളൊക്കെ ആയിട്ട് നമ്മൾ സുഖമായിട്ട് ഇവിടെ താമസിക്കും. ഓ വയ്യ. കുറെ ദിവസമായിട്ട് മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നെഞ്ചിനുള്ളിൽ ഒരു ബോംബ് വെച്ച പോലെയാ, അറിയോ? അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ അങ്ങോട്ട് മറന്നേക്ക്. അതും ഇപ്പൊ പറ്റണില്ലല്ലോ.
മാണിക്യം വിഴിഞ്ഞ പോലെയാ, ദഹിക്കണമില്ല, പുറത്തേക്കോട്ട് പോണമില്ല. എന്നാ ഉള്ളിൽ നല്ല പ്രകാശം ഉണ്ട് താനും. ഓഹോ, അപ്പോ നമ്മളാണ് ഈ മാണിക്യം വിഴിഞ്ഞ കണാരൻ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. കുട്ടി എന്ത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ? ഈ ഞൊണ്ടിക്കാല്, ഈ മൊശടത്തരം, പിന്നെ ഈ കൗമാരപ്രായം, വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഒരു ചക്കട സൈക്കിള്. പരിഹസിക്കണ്ട. പിണങ്ങിയോ? ദാ നോക്കൂ, ഒരു വലിയ പൂമരം നിറയെ പൂത്ത് നിൽക്കാണ്. ഈ മനസ്സ്, ആ മരത്തിന് തണലില് എന്താ സുഖമെന്നറിയോ? ഒരല്ലലും അറിയില്ല, വിഷമം അറിയില്ല. എനിക്കത് മതി. എന്റെ ഭാഗ്യം. സുധാരാ, സുമ പോയിക്കോട്ടേന്ന്. ഇറങ്ങി. അവളെവിടെ? മർത്തക്കുണ്ട്. എന്താ മോളിന്ന് പഠിക്കാൻ പോണില്ലേ? എന്താ അമ്മയ്ക്ക് കൂട്ടുവേണമെന്നുണ്ടോ? ഞാൻ റെഡി. എന്താണ് എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എന്നാലും ബോറടിപ്പിക്കാതെ പറയാനുള്ള എന്താ വെച്ചാ പറ, ഇല്ല ഞാൻ എന്റെ പാട്ടിലങ്ങ് പോവും. വേറൊരു കുഞ്ഞൂത് അറിയരുത്, രാധാമണി പോലും. എന്താ, നീ ആരെങ്കിലും കൊന്നോ? എന്നാ ഞാൻ പറയട്ടെ. ആ. ആ. നമ്മടെ ആട്ടുംകാട്ടം ഇതെങ്ങനെ അറിഞ്ഞു? ഉണ്ണിയെ കണ്ട അറിഞ്ഞൂടെ? കുറച്ചു ദിവസമായി ഞാൻ കാണുന്നു. ആ കുട്ടി നിന്നെയിട്ട് വെറുതെ മക്കാറാക്കുന്നതാണോ? അല്ല ഗോപാലേട്ടാ, ശരിക്കും എന്നോട് ഇഷ്ടാണ്. ഞാൻ വിലക്കി പലതും പറഞ്ഞു നോക്കി. എന്റെ അവസ്ഥ എല്ലാം ഒന്നും അവൾ സമ്മതിക്കില്ല. അവളുടെ സ്നേഹം അതും എനിക്ക് മനസ്സിലായി. അത് വെറുതെ ഒന്നുമല്ല, ഞാനിപ്പോ അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ ഗോപാലേട്ടൊന്നും മിണ്ടാത്തെ? ഇത് നിസ്സാര കാര്യല്ല. മുല്ലശ്ശേരി മേനോന്മാരാ. അത് നീ ആലോചിച്ചിട്ടുണ്ടോ? ഒക്കെ ആലോചിച്ചു, പക്ഷേ ഞാൻ പെട്ടുപോയി. ഇങ്ങനൊരു ജീവിതത്തിലെന്ന് ഉറപ്പിച്ചിരുന്നതാ. പക്ഷെ ഇപ്പോ എനിക്കറിയില്ല, കയറയച്ചു വിട്ട പോലെയാ മനസ്സ്. എന്നിട്ട് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചല്ലോ. ഗോപാലേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ചളിപ്പ്. അമ്മയ്ക്കും സുമയ്ക്കും ഒക്കെ അറിയാൻ തോന്നും. ഓ, അമ്മയ്ക്ക് വലിയ ഇഷ്ടാവളെ. ഇപ്പൊ അമ്മയായിട്ട വലിയ കമ്പനി. സുമയ്ക്കൊരു ബന്ധം ഉടനെ ഉണ്ടാക്കണം. അതൊന്നും നടന്നു കിട്ടിയാ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. അതാലോചിച്ച് നടത്താം, പക്ഷേ ഇതൊരു ഭൂകമ്പാവും. അതാലോചിച്ചോടുക. എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടാൻ തന്നെ തീരുമാനിച്ചേക്കണേ. അതെ. എന്നാലും ഏടത്തി മക്കളെയും കൂടി കൊണ്ടുവരായിരുന്നു. എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് അങ്ങോട്ട് വന്നൂടെ? തയ്യല് പഠിക്കണോണ്ട്. പഠിപ്പ് ഇവള് തുന്നപ്പണി ചെയ്തിട്ട് വേണം അമ്മേ ഇവിടെ കഞ്ഞി വെക്കാൻ. പഠിക്കണമെന്ന് അവൾ തന്നെയാ വാശി പിടിച്ചത്. പൊട്ടണ താളത്തിനൊക്കെ തുള്ള ഏട്ടനുണ്ടല്ലോ. ഈ ഏട്ടന് കോമൺ സെൻസ് പറഞ്ഞൊരു സാധനമില്ലേ? മറ്റാരേക്കാളത് ഏട്ടന് തന്നെ ഉള്ളത്. ഏട്ടന് എന്തു ഇരുന്നാ പറയണേ? ഒന്നും അറിയില്ലല്ലേ? ബാക്കിയുള്ളവർക്ക് ഇവിടെ തലയുയർത്തി നടക്കണം, മനസ്സിലായോ? അതിനിപ്പോ എന്താ ഉണ്ടായേ? അത് ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം. ഏട്ടൻ വരുമ്പോ ഏട്ടത്തിന്റെ വീട് വരെ ഒന്ന് വരാൻ പറ, ഞാൻ അവിടെ ഉണ്ടാവും. രാത്രി നീ ഇങ്ങോട്ട് വരുമോ? ഇല്ല. നീ ആ കുട്ടിയുടെ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവോ? ഓടി. ആ, എനിക്കറിയില്ല. അവനൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് ഇവിടെ ആർക്കും വിചാരമില്ല. ഒരാഴ്ച മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു. സത്യസ്ഥിതി അറിയാതെ വിശ്വസിക്കുന്നത് ശരിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടു. അതങ്ങോട്ട് ഫിനിഷ് ചെയ്യൂ. വാ വാ. അകത്ത് ഭയങ്കര ഉഷ്ണം, AC ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ശോ, ഇരിക്കേ. അല്ല, ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട, ഇപ്പൊ ഞാൻ കഴിക്കാറില്ല. കഴിച്ചാ പിന്നെ 3-4 ദിവസത്തേക്ക് വയറ് സുഖം ഉണ്ടാവില്ല. പട്ടാളത്തിലായിരുന്നപ്പോ നല്ല വീശി വെച്ചിട്ടുണ്ടാവല്ലേ? അതുകൊണ്ടൊന്നുമല്ല, അന്നും കുറച്ചേ കഴിക്കൂ. പട്ടാളത്തിന് മുമ്പ് പട്ടിണിയായിരുന്നു, അന്ന് കേടായതാ വയറ്. അതിനൊരു സൂത്രമുണ്ട്. കഴിക്കണതിന് മുമ്പ് ഇത്തിരി വെണ്ണയോ ഒരു ഹാഫ് ബോൾഡ് മുട്ടയോ കഴിച്ചാൽ മതി, ക്ലീൻ. ശിവന്റെ ക്ലാസ് അവിടെ?
ഇപ്പൊ ഇത്തിരി വെണ്ണെടുക്കാൻ പറയാല്ലേ? വേണ്ട, ഞാൻ കഴിക്കണില്ല. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ, ഗംഗേട്ടൻ പറയും. ഗംഗേട്ടനല്ലേ കാരണവര്? ആയിക്കോട്ടെ. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറിഞ്ഞത് എന്തായാലും സത്യ, അതെന്റെ ഇഷ്ടാ. അങ്ങനെ ഏട്ടന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ. എന്റെ കാര്യത്തിൽ എന്റെ ഇഷ്ടമല്ലാണ്ട് ഞാൻ നിന്റെ അനുവാദം വാങ്ങണോ? എനിക്കും ഇവനും 2 പെൺകുട്ടികളാ. അവരുടെ ഭാവിക്ക് ഒരു കളങ്കം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവിക്ക് എന്ത് കളങ്കണ്ടാവുന്ന ഏട്ടത്തി പറയണേ? ഏ, നീയോ? ഇത്ര കാലമായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്റെ ഒരു ജീവിതം അതാരും ചിന്തിച്ചിട്ടില്ലല്ലോ. ശരിയാ, ഞാൻ ആ കുട്ടിയുടെ ഇഷ്ടത്തില. ആരെ എതിർത്താലും ശരി, ഞാൻ അതിന് പിന്മാറാൻ പോണില്ല. ഏട്ടന് ഏത് കുട്ടിയുടെ കാര്യം പറയണേ? ഓ, അറിയില്ല. മുല്ലശ്ശേരിലെ കുട്ടി. എനിക്കറിയാൻ പേടിയില്ല. ഇതിനിടക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. നിങ്ങൾ പിന്നെ ഏത് കാര്യം പറയണേ? അയ്യേ, ആരെങ്കിലും കേട്ടാ ചിരിക്കുമല്ലോടാ. അതവിടെ നിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം ആദ്യം പറയട്ടെ. എടാ മരക്കോന്ത, സുമയാ ലൈൻബൻ ജോസോട്ട് വീണ്ടും പ്രശ്ന. അവര് തമ്മിൽ കാണുക സംസാരിക്കുകയൊക്കെ ചെയ്യണുണ്ട്. ഇന്നാൾ അവൾ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണത് കണ്ടവരുണ്ട്. നീ ഇതൊന്നും അറിയണില്ലേ? അവനിപ്പോ അതൊന്നും അല്ലല്ലോ ചിന്ത, കാമുകനല്ലേ. എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എങ്ങനെയാണാവോ? നേരത്തെ ഒന്നും ഉണ്ടായിരിക്കണ്ടോ? ആനക്കാര്യത്തിന്റെ ഇടയില ചേനക്കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ അവന്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചെങ്കിൽ രണ്ടിനും വന്നിട്ട് ജയിലിൽ പോവുള്ളൂ ഞാൻ. നീ ആവേശം കളയി. നയത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് വെച്ച് ആലോചിക്ക്. ദാ സുധാര, എന്താ ഏട്ടാ? ഏട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? കുഞ്ഞേട്ട എത്ര കാര്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താ? നീ ജോസിനെ കാണാറുണ്ടോ? ഉവ്വ് അവന്റെ വീട്ടിൽ പോയിരുന്നോ? ഉവ്വ്, ഒരിക്കൽ.